ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഒരു ഫോഴ്സ്ഫുള്ളി ഇത് റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ്? നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ്? ആരാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ അകറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആരാണ്? ആരാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയത്? ഓക്കെ, ദ മജീഷ്യൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം മാത്രമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാർഡിൽ നിന്ന് പറയുന്നു. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഞാനിവിടെ ഒരു സിറ്റുവേഷൻസ് പറയുമ്പോൾ ഏത് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് കൂടുതൽ റെസിനേറ്റ് ആയി വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡാണ്, 7 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. ഇവിടെ കാണുന്നത് ഒരു വഞ്ചന, ഒരു തെറ്റായ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആരോ ഒരാൾ ഒരു ബാക്ക് ഡോർ വഴി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപെട്ടതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആരോ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ആവശ്യമില്ലാത്ത ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു സത്യങ്ങൾ കാലക്രമേണ പുറത്തു വരും എന്നും നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. നമ്മൾ ഈ എടുത്ത ഒരു ക്വസ്റ്റ്യനും അത് തന്നെയാണ്, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകറ്റിയ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ഡെക്കിൽ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. പിന്നെ ഈ ഒരു കാർഡ് റിവേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് കാലക്രമേണ ആ സത്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ട് നമുക്ക് മനസ്സിലായി ആ ഒരു സത്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് റിവേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വഞ്ചന, ഒരു തെറ്റായ ഇൻഫ്ലുവൻസ് ആരോ ഒരു വ്യക്തി കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഹെറോഫൻ കാർഡാണ്. ഇത് ഈ ഒരു വ്യക്തിയോട് ആരോ പറഞ്ഞു കൊടുത്തു ഇത് ശരിയായൊരു ബന്ധമല്ല, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലതൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ വേണം എന്ന രീതിയിൽ ഈ വ്യക്തിയോട് ആരോ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു കൂട്ടം ആളുകളാകാനുള്ള ചാൻസും ഉണ്ട്. അതൊരു ട്രഡീഷണൽ ബിലീഫിന്റെയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റൂൾസിന്റെയോ ഒക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയെയും സൊസൈറ്റിയെയും ഒക്കെ ഒരു കൺസിഡർ കൊണ്ടുമായിരിക്കാം ഈ ഇത്തരം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ ആശയങ്ങൾ കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും മാത്രമാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്നും മാറ്റി എടുത്തിട്ടുള്ളത്, അകറ്റിയത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്ന പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇത് ശരിക്കും ഒരു ഇന്നസെന്റ് അല്ലെങ്കിൽ ഒരു ഇൻമെച്വർ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു യങ് മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യങ് വുമൺ ആയിരിക്കാം എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തിയോട് ഒരു ഇൻമെച്വർ ടോക്സ് അല്ലെങ്കിൽ ഒരു ഡ്രാമയൊക്കെ നടത്തിക്കൊണ്ടായിരിക്കാം ഇവര് മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ പാർട്ട്ണറിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു പേഴ്സണെ ഒരു ഇമോഷണൽ ആയിട്ട് വളരെയധികം ഓവർ ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം ഇമോഷണൽ ആയിട്ട് ഡ്രാമാസ് ഒക്കെ കളിച്ച് ഇമേജ് ടോക്സ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പിന്നീട് നമുക്ക് ഇവിടെ വരുന്നത് ക്യൂൻ ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടു പോയത് ഒരു ഡൊമിനേറ്റിംഗ് എനർജി ഉള്ള ഒരു സ്ത്രീ ആണ് എന്നാണ് കാണുന്നത്. ഒരു വുമന്റെ എനർജിയാണ്, ഒരു ഫെമിനിയൻ ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശക്തമായ ഇടപെടലാണ് കാര്യങ്ങൾ ഇങ്ങനെ ആക്കിയതിന് കാരണമായത് എന്ന് കാണുന്നുണ്ട്. അപ്പം ആ ഒരു വ്യക്തി ഒരു ചാമാണ്, അതുപോലെ തന്നെ വളരെ പവറുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ക്യാരക്ടറുള്ള ഒരു ഫെമിനിയൻ എനർജി ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കാം, ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു മദർ, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയെ പോലെ തന്നെ സ്നേഹിക്കുന്ന അതേ ഒരു കെയർ കൊടുക്കുന്ന ഒരു സ്ത്രീ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആരും ആയിരിക്കാം, പക്ഷെ ഇതൊരു ഡൊമിനിയൻ ഇതുള്ള എനർജി ഉള്ള ഒരു വുമൺ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ഇടയിലൂടെ വന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, പേജ് ഓഫ് വോൺസ്. പേജ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒട്ടും ഒരു പക്വതയില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഗോസിപ്പുകളും ഒക്കെ നിങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള മറ്റൊരു കാരണമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് മിസ്കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വളരെ വളച്ചൊടിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ചെവിയിലെത്തിക്കുന്ന എന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് നമ്മൾ പറഞ്ഞ വാക്കുകൾ അവരുടേതായ രീതിയിൽ, ആ പറയുന്ന വ്യക്തിയുടേതായ രീതിയിൽ മാറ്റിയിട്ട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറയുന്ന രീതി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതും ഒരു കാരണമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലി പരമായ സമ്മർദ്ദത്തിലോ സോഷ്യൽ പരമായ കാര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി, ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ സോഷ്യൽ പരമായിട്ടൊക്കെ വളരെ അംഗീകരിക്കുന്ന രീതിയിലായിരിക്കില്ല, അല്ലെ ഫാമിലി എതിർക്കുന്നുണ്ടാകാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിൽപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ആ ആളുകളുടെ ഒരു വാക്കുകളൊക്കെ എങ്കിൽ അവരും അത് വിശ്വസിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അവരെ അകറ്റി കൊണ്ടുപോകാനായിട്ട് മറ്റാളുകൾക്ക് സാധിച്ചത്. അവർ അത്തരത്തിലൊരു സമ്മർദ്ദത്തിലായിരുന്ന സമയത്താണ് കൂടുതലായിട്ടും ഇവർ അവരെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സണെ അകറ്റി മാറ്റിക്കൊണ്ട് പോകാനായിട്ട് സാധിച്ചത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന കാർഡ് 6 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇതും ഇവിടെ ഒരു പാസ്റ്റ് കണക്ഷനാണ് നമ്മൾ കാണുന്നത്. പാസ്റ്റിൽ നിന്നുള്ള ഒരാളായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾ, അതായത് ഈ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് കഴിയാത്ത ഒന്നാണ് എന്നാണ് കാണുന്നത്. അതായത് അത്രയും ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ, ഈ ഒരു പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയുമായിട്ട് അത്രയും ഒരു ബോണ്ടാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ. അവർ തമ്മിൽ പരസ്പരം വളരെയധികം സ്നേഹത്തിലും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും അതിനൊരു നോ പറയാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ഒരു ബോണ്ടിങ് ഇവർ തമ്മിലുണ്ട്. മേ ബി അതൊരു എക്സ് ആയിരിക്കാം ഇവരുടെ, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലിയിൽ നിന്നുള്ള ഒരാളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവര് ആ ഒരു പാസ്റ്റ് ബോണ്ട് മുതലാക്കിക്കൊണ്ട് തന്നെ, മുതലെടുക്കുക എന്നൊക്കെ പറയില്ല, അപ്പൊ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു കാർഡ്. ആരോ ഒരാള് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ്, മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം, സാമ്പത്തികപരമായി ഉയർച്ച വരുന്ന രീതിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ പരമായി ഉയർച്ച വരുന്ന രീതിയിലായിരിക്കും, അത്തരത്തിലുള്ള എന്തോ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ഇവർക്ക് കൊടുക്കുന്നു എന്ന് കാണുന്നത്. ആ ഒരു ചോയ്സ് കൊടുത്ത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവർ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നതായിരിക്കും. ചെറിയൊരു ഓഫർ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ഒക്കെ ഇതിലേതും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റിയിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് പേജ് ഓഫ് പെന്റക്കിൾസ് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഒരു ഇമോഷണൽ ആയിട്ട് ശരിക്കും ഒറ്റപ്പെട്ട ഒരു സമയം, അതായത് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഒരു സമയം അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ അതായത് ഇവർക്ക് ഒത്തിരി സമ്മർദ്ദങ്ങൾ ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് വന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ ഇവർ അതിൽ പെട്ട് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു ഡിസിഷൻ എടുക്കണം, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വളരെ സമ്മർദ്ദത്തിൽ നിന്ന ഒരു സമയം ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വന്ന വ്യക്തികൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ കടന്നു വരികയും
ചെയ്തതോടെ താൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കും ഇനിയൊരു നല്ല ഓപ്ഷൻ വേണം, അവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു പേഴ്സന്റെ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനായിട്ട് ഇവിടെ ആരുമില്ല. പക്ഷെ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് നിൽക്കുന്ന ആളുകൾ വളരെ നല്ല രീതിയിൽ ഇവരെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് സംസാരിക്കുമ്പോൾ, അപ്പോൾ എനിക്കും ഒരു നല്ല ഓപ്ഷൻ വേണം, ഇത് മോശപ്പെട്ട ഒന്നാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നല്ല ഓപ്ഷൻ വേണം എന്നവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സമയത്ത് അവർ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടു എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ കേട്ടതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നവർ മാറിപ്പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് ദ മജീഷ്യൻ കാർഡാണ്. ഒരു മാജിക് പോലെ ആ ഒരു പ്രത്യേക സമയത്ത് ആരോ അവരുടെ ഒരു വേർഡ്സ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ്, ഇമോഷൻസ് എല്ലാം ഒരു മാജിക് പോലെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിരവധി കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങളുടെ സിറ്റുവേഷനുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങളത് ജസ്റ്റ് ഇത് വെച്ചിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ വന്നിട്ടുണ്ട്. അതുപോലെ ആക്ടിങ്, ലൈക്സ് ട്രാവലിംഗ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 43 ഇവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 3, ഓക്കെ, എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ Y, നമ്പർ 47, ടാറ്റു ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ M നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 11 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ C, റോസ് കളർ, ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട്. 2001 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫെബ്രുവരി മന്ത്, ഒക്ടോബർ മന്ത്, ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വിചാരിക്കുന്നു. നമ്പർ 52 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ H കിട്ടുന്നുണ്ട്. നമ്പർ 48, ലെറ്റർ T, ഓക്കെ, മോർ ഓൺ റൈറ്റ് സൈഡിലെ കവിളില് മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് വളരെ ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. മെസ്സി ആയിട്ടുള്ള രീതിയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. എൻകറേജസ് യു, നിങ്ങൾ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാകാം. ലോയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 46, 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. നമ്പർ 30, ലെറ്റർ A, മാർച്ച് മന്ത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.